സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. TDRF ജീവൻ രക്ഷാ പരിശീലന ക്യാമ്പ് ഒരുക്കുന്നു. പെരുമണ്ണയിൽ ജൂലൈ 26-നാണ് പരിശീലന ക്ലാസ്. കൂടുതൽ വിശദാംശങ്ങളുമായി TDRFന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് പരിശീലന ക്യാമ്പിന്റെ മറ്റ് വിശദാംശങ്ങൾ? പെരുമണ്ണയിൽ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹാളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇതിലേക്ക് ആളുകളെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നത് ഒന്നാം ഘട്ട പരിശീലനം, രണ്ടാം ഘട്ട പരിശീലനം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സാധാരണയായിട്ട് TDRFിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിക്കാറ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സേവന മനോഭാവമുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ഒരു അപകടങ്ങൾ, പൊതുവായിട്ട് ദുരന്തങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും സ്വമേധയാ ആളുകളെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല, സ്വമേധയാ അറിഞ്ഞാൽ അവർ ആ യൂണിഫോം ഇട്ട് അവരിറങ്ങും. അപ്പം അതിനു വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കൊടുക്കുന്നത് ആദ്യ സമയങ്ങളിൽ. അപ്പം അതിൽ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡുകളാണ് അധികം വരുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണാൽ, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി വീണുപോയാൽ, എല്ലൊടിഞ്ഞ് വീണുപോയാൽ, പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ ഒരു ബസ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വാഹന അപകടം, എന്ത് അപകടങ്ങളായിക്കോട്ടെ അവിടേക്ക് ഓടിയെത്തി അതിനുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഹോസ്പിറ്റലുകൾ വരെ കൊണ്ടുപോകാറുള്ളൂ. അതിന് ആളുകളെ പ്രാപ്തരാക്കുക, വളണ്ടിയേഴ്സിനെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ രണ്ട് ക്യാമ്പുകളും നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ മുകളിൽ വെച്ച് നടക്കുന്നത്. ഈ ഒന്നാം ഘട്ടം അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുക്കത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ഞായറാഴ്ച. അങ്ങനെ ഒരു 3-4 യൂണിറ്റുകളിലായിട്ട് ഒന്നാം ഘട്ടം നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഏകോപിച്ചുകൊണ്ട് രണ്ടാം ഘട്ട ട്രെയിനിങ് കൂടി നടത്തും. അതിലാണ് നമ്മൾ ചൂരൽമല, ഉരുൾപൊട്ടൽ പോലുള്ള സ്ഥലങ്ങളിലും പിന്നെ അതേപോലെ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലുള്ള ആ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് ആ രണ്ടാം ഘട്ടത്തിലാണ്. അത് കഴിയുന്നതോടുകൂടി അവർക്ക് യൂണിഫോം ലഭ്യമാവുകയും അവർ ഇതിലേക്ക് ഈ ഒരു TDRF വളണ്ടിയർ ആയിട്ട് അവർക്ക് ID കാർഡോട് കൂടിയിട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാണ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും വരുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ജലരക്ഷാ ട്രെയിനിങ് ആണ്. പിന്നെ നാലാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽ റെസ്ക്യൂ പോലുള്ള കാര്യങ്ങളാണ്. ഇതാണ് TDRFിന്റെ മൊത്തത്തിലുള്ള ഒരു രീതിയും പ്രവർത്തനം എന്ന് പറയുന്നത്. താലൂക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? TDRF എന്ന് പറഞ്ഞാൽ 2018-2019 കാലയളവിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ആ വെള്ളപ്പൊക്ക സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ചാലിയാറിന്റെ തീരത്ത് ഒരുപാട് പേര് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ ഒരാളുടെ കീഴിൽ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഉമർലി ഷിയാബ് സാറിന്റെ കീഴിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങി അതിൽ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് ഇറങ്ങുകയും അതിലൂടെ അവർക്ക് അതൊരു എല്ലാ സ്ഥലത്തും നമ്മുടെ ഇതുപോലുള്ള ആളുകളെ വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ് TDRF എന്ന് പറയുന്നത്. ഇതിന്റെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു റഫീഖ് സാറ്. അദ്ദേഹമാണ് ഇതിന്റെ രക്ഷാധികാരിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ACP അഷ്റഫ് സാറും അങ്ങനെ കുറേ ആളുകൾ ഇതിന്റെ തലപ്പത്തേക്ക് വന്നിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ കോഴിക്കോട് 2023 ഓഗസ്റ്റ് 21-നാണ് നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മളിതിന്റെ ആദ്യത്തെ ലോഞ്ചിങ് ഇവിടെ കോഴിക്കോട് നടക്കുന്നത് അന്നാണ്. ഇപ്പോൾ 3 വർഷത്തിൽ മേലെയായി ഇപ്പോൾ കോഴിക്കോട് 1000-ഓളം വളണ്ടിയേഴ്സിനെ വിന്യസിച്ചിട്ട് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് ആരും ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് സ്റ്റേഷനിലായിട്ടും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ബീച്ച് ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നമ്മുടെ സഹായം ആവശ്യപ്പെടാറുണ്ട്. നമ്മളവിടെ പോകാറുണ്ട്, ചെയ്യാറുണ്ട്. ഒരുവിധം ഹെൽത്ത് സെൻ്ററുകളിൽ പോലും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നമ്മുടെ മരങ്ങൾ, അപകടകരമായ വിധം വളരുന്ന മരങ്ങൾ പോലും വെട്ടി നിർത്താൻ പോലും നമ്മുടെ കയ്യിൽ ആളുകളുണ്ട്. അതിന് എന്താ പറയുക, അതിൻ്റെ ഇത് സിദ്ധിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ നൽകുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടുക.